ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ടു അനദർ മൂവി റിവ്യൂ. നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയ് അണ്ണൻ്റെ ഗോട്ട് കണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഗോട്ട് മൂവിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കങ്ങനെ ഒരു ഒറ്റടിക്ക് വന്ന് റിവ്യൂ പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയല്ല ഗോട്ട്. ഞാനിപ്പം ഇന്ന് രാവിലെ സിനിമ കണ്ടിറക്കിയിട്ട് വരുന്ന വഴി നമ്മുടെ പല പല ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും റിവ്യൂ കണ്ടു. അതിനകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ ആവറേജ് മൂവി എന്നൊക്കെ ടൈറ്റിലൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അശ്വന്ത് കോക്കണ്ണൻ കോമാളികൾ എന്നൊക്കെ പറഞ്ഞ് കഥ പറയുന്നുണ്ട്. പിന്നെ ഉണ്ണി വ്ളോഗ്സ്, പുള്ളി നല്ല അടിപൊളിയായിട്ട് പറയേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവ്സിനെല്ലാം പോസിറ്റീവ്സായിട്ടും നെഗറ്റീവ്സിനെല്ലാം നെഗറ്റീവ്സായിട്ടും തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും പറയാനുള്ളത് ഇതൊക്കെ പെർസെപ്ഷൻസ് ആണ്. ഓരോരുത്തർ എങ്ങനെ അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ മൂവി. ഇപ്പം എന്നെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഹാർഡ് കോർ വിജയ് ഫാനാണ്. അപ്പോൾ പണ്ട് തൊട്ടേ വളരെ ചെറുപ്പം തൊട്ടേ ഞാനൊരു വിജയ് ഫാനായിരുന്നു. അപ്പം വിജയുടെ ഒരുവിധപ്പെട്ട സിനിമകളെല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ എന്നാലും കൂതറ സിനിമകളൊക്കെ കൂതറയാണെന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഗോട്ട് അങ്ങനെയൊന്നുള്ള ഒരു സെഗ്മെൻറ്റിലുള്ള ഒരു കൂതറ സിനിമയോ വെറും ഫ്ലോപ്പോ അങ്ങനത്തെ ഒരു സിനിമയേ അല്ല ഗോട്ട്. കാര്യം ഗോട്ട് ഈസ് എ ഗുഡ് മൂവി. ഇതൊരു നല്ല സിനിമ തന്നെയാണ്. ഇത് ടെക്നിക്കലി നല്ല സിനിമയാണ്. VFX അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് നല്ല സിനിമയാണ്. സ്റ്റോറി ലൈൻ നമുക്കൊരു എബോവ് ആവറേജിന് മുകളിലുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വളരെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്നൊരു കാര്യം, മിക്ക വിജയ് ഫാൻസും വിജയിനെ ഇഷ്ടമുള്ള മിക്കവരും എൻജോയ് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ 2 വിജയ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പം നമ്മുടെ ദളപതി വൈസ് ഇളയ ദളപതി, ഇതാണ് ഈ സിനിമയുടെ ഒരു തീം തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ VFX ടീം അത് AI ചെയ്തതാണോ അതോ VFX ടീം ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇപ്പോൾ AI വെച്ച് അതൊക്കെ ചെയ്യാൻ പറ്റും, വിജയുടെ ഫോട്ടോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് എനിക്കിത് AI ചെയ്തതാണോ എന്നൊരു ഡൗട്ട് ഉള്ളത്. പക്ഷേ അത് VFX ടീം തന്നെ ആകാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ VFX ടീമിന് ഒരു ബിഗ് സല്യൂട്ട്. ബിക്കോസ് നമ്മുടെ നല്ല രീതിയിൽ തന്നെ അവർ കൺവിൻസിങ് ആകത്തക്ക രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് വിജയുടെ വിജയുടെ മോനും വിജയാണ്. അപ്പോൾ ആ വിജയുടെ ഒരു 8 വയസ്സുള്ളപ്പം വിജയ് എങ്ങനെ ഇരിക്കും, 13 വയസ്സുള്ളപ്പം വിജയ് എങ്ങനെ ഇരിക്കും, 18 വയസ്സ്, 24 വയസ്സ്, അങ്ങനെ പല ഏജ് ഗ്രൂപ്പിൽ പുള്ളിയുടെ ഒരു ഫേസിൻ്റെ ട്രാൻസിഷൻസും പിന്നെ വോയിസും അതൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിജയ് അണ്ണൻ കുറച്ച് നല്ല വർക്കൊക്കെ ഇതിനകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമുക്കൊരു നല്ല വിജയ് ഫാൻസിന് ആക്ച്വലി അതൊരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ സിനിമ മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാര്യം കുറച്ചധികം വിഷ്വൽ എഫക്ട്സും കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതൊരു നല്ലൊരു ത്രില്ലിംഗ് എഫക്റ്റ് തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ഒരു 40-45 മിനിറ്റ്സ് സിനിമ വളരെ ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. അപ്പം നമ്മൾ ആലോചിക്കും ഇതെന്താ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ആ സ്റ്റോറിയുടെ തീം സെറ്റ് ചെയ്യുന്നതിന്, ആ കഥാതന്തു സെറ്റ് ചെയ്തെടുക്കുന്നതിന് സ്റ്റോറി അങ്ങനെ പോകണം. ആ 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മൂവി വേറൊരു സെഗ്മെൻറ്റിലോട്ട് അങ്ങ് മാറുവാണ്. അതിനുശേഷം നമുക്ക് മൂവി 3 മണിക്കൂറുണ്ട്. പക്ഷേ ഈ 3 മണിക്കൂർ ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. കാര്യം ഇൻ്റർവെല്ലിന് ശേഷം സെക്കൻഡ് പാർട്ട് ഓഫ് ദ മൂവി ഈസ് വെരി മച്ച് എൻ്റർടൈനിങ്. അതാണ് ആ ഫുൾ എൻ്റർടൈൻമെൻറ്റ് കിടക്കുന്ന സെക്കൻഡ് പാർട്ടിലാണ്. ആ ഫസ്റ്റ് പാർട്ടിൽ മൂവി നമ്മളെ കൊണ്ടുവരുന്നതാണ്. അത് അറൗണ്ട് 45 മിനിറ്റ്സേ ഉള്ളൂ ബാക്കി. പക്ഷേ ഫസ്റ്റ് പാർട്ടിൽ തന്നെ കുറേ കാര്യങ്ങളിലോട്ട് നമ്മൾ മാറും. ആ ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് അധികം ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് തന്നെയാണ്. അപ്പം മ്യൂസിക് പലരും രാവിലെ നോക്കുമ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ട് മൂത്രം ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ പറഞ്ഞ പലരും ഉണ്ട്. അപ്പം അത്രയ്ക്ക് വലിയ പേടിക്കാനുള്ള സ്കോറോ അത്രയും നല്ല ഔട്ട് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ വളരെ കിടിലമായിട്ടുള്ള മ്യൂസിക്കൊന്നും അല്ല പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം അത് ഇതിലും വളരെയധികം നന്നാക്കാൻ പറ്റാമായിരുന്ന മ്യൂസിക് തന്നെയാണ്. വേറെ ആരെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ കിടിലമായിരുന്നു തന്നെ. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്തുണ്ട്. ജയറാമുണ്ട്, നമ്മുടെ അജ്മലുണ്ട്, മലയാളത്തിലുള്ള ഒരുപാട് ആക്ടേഴ്സിനൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ആക്ച്വലി ഇതിനകത്ത് ഒരു 1-2 കാമിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാമിയോസിനെ പറ്റിയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ കാണുന്നവരപ്പം ആ ഒരു സർപ്രൈസ് എലമെൻ്റ് ഒന്നും നിങ്ങൾ കളയണ്ട, അതങ്ങനെ തന്നെ പോയി കാണുക. പിന്നെ ഗൈസ്, നമ്മുടെ വെങ്കട് പ്രഭുവിൻ്റെ മൂവി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ നമ്മുടെ വിജയ് റെഫറൻസസ്, പഴയ വിജയുടെ സിനിമകളിലോട്ടുള്ള റെഫറൻസസും കാര്യങ്ങളൊക്കെ പുള്ളി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടെക്നിക്കലി ഒക്കെ കുറേയൊക്കെ തികഞ്ഞ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് നമുക്ക് തന്നെ മനസ്സിലാവും. ഇന്ന രീതിയിൽ ഇനിയും നമുക്ക് ടെക്നിക്കലി പല കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കാമായിരുന്നു, VFX വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ
അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓസ്കാർ കിട്ടിയ ബാറ്റ്മാനിനകത്ത് പോലും ക്യാമറ കാണാൻ പറ്റുമെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അതറിയത്തില്ലെങ്കിൽ ഈ റിവ്യൂ പറഞ്ഞവർ അത് കണ്ടിട്ടില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കി, യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് ബാറ്റ്മാൻ, അതായത് ഓസ്കാർ കിട്ടിയ ബാറ്റ്മാനകത്ത് ക്യാമറ ക്രൂവിനെയൊക്കെ കാണാൻ പറ്റുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹോളിവുഡിൽ വരെ ഇത്രയും വലിയ ടെക്നിക്കൽ ബ്ലണ്ടേഴ്സും ഇഷ്യൂസും ഒക്കെ ഉണ്ടാകുമ്പം നമ്മുടെ തമിഴ് സിനിമയിലൊരു ടെക്നിക്കൽ ബ്ലണ്ടറൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. അത് അത്ര വലിയ ഇഷ്യൂ ആയിട്ടൊന്നും ആരും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതിൽ എനിക്ക് തോന്നില്ല. പിന്നെ അഗെയിൻ നോട്ട് എ വിജയ് ഫാൻ സ്പീക്കിംഗ്. ഞാൻ എൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, കാര്യം പേരൊന്നും പറയുന്നില്ല. ഇതിനകത്തുള്ള പല ഇൻഫ്ലുവൻസേഴ്സും ഈ നടികർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിനെയൊക്കെ പറ്റി പറഞ്ഞ ഡയലോഗുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ദിവസം ആ സിനിമ കണ്ട് തിയേറ്ററിൽ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ കുത്തിയിരുന്ന് ഉറങ്ങി. ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഇറങ്ങിപ്പോയില്ല. കാര്യം അല്ലായിരുന്നെങ്കിൽ ഇറങ്ങിപ്പോയേനെ. അങ്ങനത്തെ ഒരു സിനിമയെ പറ്റിയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പല ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞിരിക്കുന്നതൊക്കെ കാണണം. അങ്ങനെയുള്ളവർ വന്ന് ഇങ്ങനത്തെ സിനിമയ്ക്ക് അത് ആവറേജ് ആണെന്നൊക്കെ പറഞ്ഞ് ടൈറ്റിലിൽ തന്നെ ഇടുമ്പോഴേ പുച്ഛമാണ് തോന്നുന്നത്, പുച്ഛം. അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ മേടിച്ചിട്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഒരു റേറ്റിംഗ്. ഇനി റേറ്റിങ്ങിലോട്ട് വരാം. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഈ മൂവിക്ക് ഒരു 4 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഒരു 4 സ്റ്റാർ. അതാണ് കാര്യം. എനിക്കിതിനകത്ത് ലാക്കായിട്ട് തോന്നിയത് നമ്മുടെ വിജയ് അണ്ണൻ്റെ സ്വതസിദ്ധമായ കുറേ പഞ്ച് സീൻസും ഡയലോഗ്സും. പഞ്ചില്ല, ആ പഞ്ച് കുറച്ച് പുള്ളി കുറച്ചിട്ടുണ്ട്. അത് ആ വിജയുടെ ആ ട്രഡീഷണൽ കാര്യത്തിൽ നിന്ന് മാറാനായിട്ടാണ്, അതായിരിക്കാം. പക്ഷേ നമ്മൾ ഫാൻസ് എന്ന് പറയുമ്പം വിജയുടെ ആ ഒരു പഞ്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ലിയോയുടെ ക്ലൈമാക്സിന് ശേഷം വരുന്ന വിജയ് ഉണ്ടല്ലോ, ആ സാധനമൊന്നും ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഫാൻസിന് മിക്കവാറും അതൊരു അടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 4 കൊടുക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് കാണണം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത മൂവി റിവ്യൂവിന് കാണാം.